നമ്മുടെ ലോകത്ത് മധ്യ പൂർവേഷ്യൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ വലിയ അസ്വസ്ഥതയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണക്കാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രയേലാണ്. കാരണം ഇസ്രയേൽ ഒരു രാജ്യമില്ലാതെ ഒരുപാട് കറങ്ങി നടന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ യഹൂദർക്ക്, ജൂതന്മാർക്ക് ഒരു രാജ്യം, ഇസ്രയേൽ എന്നുള്ള ഒരു രാജ്യം കൊടുക്കുകയാണ്. അത് പാലസ്തീൻകാരുടെ കയ്യിലുണ്ടായിരുന്ന ഭാഗമാണ് കൊടുത്തത്. അവസാനം അതിൻ്റെ ഒട്ടകത്തിന് ഈ കൂടാരം കൊടുത്ത അതുപോലായി, ഒട്ടകം തല അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതുപോലായി കാര്യം. അവസാനം ഒട്ടകം അതിനകത്ത് കയറി. അപ്പോൾ ഇസ്രയേലിനോട് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടാ. കാര്യം എന്താ പറയുക, അവരിങ്ങനെ അവരുടെ രാജ്യം വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവർ ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിലാണെന്നുള്ള ഒരു ധാരണയിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെയോ ആ ജനതയുടെയോ കുഴപ്പമല്ല ഇത്, കേട്ടോ. അവരങ്ങനെയുള്ളവരൊന്നും അല്ല. പക്ഷേ അവിടുത്തെ ഭരണാധികാരി നേതന്യാഹുവിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നിട്ട് അവസാനം അയാൾക്ക് അധികാരം വിട്ടൊഴിയേണ്ട ഒരു ഗതികേടിലേക്ക് അയാൾ പോവായിരുന്നു. അന്നേരമാണ് അയാൾക്ക് ഒരു വീണ് കിട്ടിയ ഒരു അവസരം ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം വന്നു. ഇത് വന്നതോടുകൂടി പലസ്തീനെതിരെ അയാൾ തിരിഞ്ഞ് ആക്രമണം തുടങ്ങി. വലിയ ബന്ധപ്പാടാണ് ഇത്. ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പല ക്രിസ്ത്യൻ സഹോദരങ്ങളും പറയും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാൾ മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് പറയുന്നൊന്നും അല്ലത്, ചരിത്രം അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. ഈ ജൂതന്മാരെ കൊന്നേക്കുന്നതൊന്നും മുസ്ലിങ്ങളല്ല, അതാദ്യം മനസ്സിലാക്കണം. ജൂതന്മാരെ കൊലപ്പെടുത്തിയേക്കുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ഈ ജൂതന്മാർക്ക് ഇവരെ ഏതാണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏതാണ്ട് ഒരു വികാരം പോലാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക്. പക്ഷേ ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്, മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളോട് അവർക്ക് വളരെ വിരോധമാണ് ജൂതന്മാർക്ക്. അവർക്ക് ഇവരെ കണ്ടുകൂടാ. പക്ഷേ ഇവരേതാണ്ട് അവരുടെ ആളുകളാണ്. ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വർഗമാണ്. അതായത് ഈ ക്രിസ്ത്യാനികളല്ല ജൂതന്മാര്. അത് ആദ്യം ഈ സഹോദരങ്ങളൊന്ന് തിരിച്ചറിയണം. അവർക്ക് അവരുടെ ബദ്ധ ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ, ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോകം മുഴുവൻ ജൂതന്മാരെ കൊന്നൊടുക്കിയേക്കുന്ന മുഴുവൻ ക്രിസ്ത്യാനികളാണ്, അല്ലാതെ മുസ്ലിങ്ങളല്ല. അപ്പോൾ അത് ഹിറ്റ്ലർ മുതൽ തുടങ്ങി എല്ലാവരുടെയും കാര്യം നോക്കിയാൽ അറിയാം. മുഴുവൻ റോമൻസ് ആണ് ഒരുപാട് അവരെ ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇസ്രയേൽ ഇപ്പൊ നേതന്യാഹുവിന് ഈ അധികാരം പിടിച്ചു നിർത്തണം. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറുന്നില്ല. നേതന്യാഹുവിന് അധികാരം പിടിച്ചു നിർത്തണം. അതിന് ചെയ്യുന്ന കാര്യം എന്താ? അതിന് ചെയ്യുന്നത് അയാൾ നോക്കുമ്പോൾ വേറെ ഇതിലേക്ക് തിരിച്ചു വിടുന്നു. അത് നമ്മുടെ പല ഭരണാധികാരികളും ചെയ്യുന്ന കാര്യമാണ്. ഉദാഹരണമായിട്ട് പാകിസ്ഥാനിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന എന്താ? വെറുതെ ഇന്ത്യ കല്ലുറക്കരുത്. ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കും. അവിടെ ഒരു വലിയ ബന്ധപ്പാട് ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ഇത് എല്ലാ ഭരണാധികാരികളും പയറ്റുന്ന ഒരു തന്ത്രമാണ്. അത് ഇങ്ങനെ വരും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നേതന്യാഹുവിന് അധികാരം പിടിച്ചു നിർത്താൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ, ഹിസ്ബുള്ള ഉണ്ടെന്നും പറഞ്ഞിട്ട് ലെബനനിൽ നല്ലൊരു രാജ്യമാണ്, ഇവിടെ ബെയ്റൂട്ടിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമാക്രമണമാണ്, ബോംബങ്ങിടുകയാണ് കൊണ്ടുവന്നിട്ട്. ഏതാണ്ട് 497 ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടു. എന്തിന്? ഹിസ്ബുള്ളയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഈ ജനങ്ങൾ സമാനം പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് ഈ ജനങ്ങൾക്ക് പോലും ഈ ഹിസ്ബുള്ളയോടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ വിചാരിക്കും ഇത് ഇവരിങ്ങനെ ബോംബിട്ട് കുറെ പാവങ്ങളെ കൊന്നതുകൊണ്ടോ നിരപരാധികളെ കൊന്നുകൊണ്ടോ ഇത് ഒടുങ്ങും, ഇത് തീരുമോ? ഇത് ഒരിക്കലും തീരാൻ പോകുന്നില്ല ഈ പ്രശ്നം. ഇപ്പൊ നമുക്ക് അഫ്ഗാനിസ്ഥാനെ നന്നാക്കാനായിട്ട് ഒരുപാട് പേര് ഇറങ്ങിയല്ലോ, ഇഷ്ടമാതിരി. എത്രയോ കാലങ്ങളായിട്ട് അവിടെ മരുഭൂമി പോലെ ആയി. കാരണം അവിടെ എല്ലാവരുടെ കയ്യിലും ജനിച്ച് വീണ് കഴിഞ്ഞാൽ അവന്മാർ തോക്കും കൊണ്ടാണ് ഇറങ്ങുന്നത്. അതാണ് കാര്യം. വേറെ സ്കൂളിൽ പോകുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല, അതൊന്നും വേണ്ട. തോക്ക് അങ്ങെടുക്കുക, എടുത്ത് തോള വെച്ചുകൊണ്ട് നടക്കുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അവരെടുത്ത് പിടിച്ചു നിൽക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. അമേരിക്ക വന്ന് അഫ്ഗാനിസ്ഥാനെ നന്നാക്കാനായിട്ട് വന്നു. എന്നിട്ട് എന്തായി? അവസാനം അമേരിക്കക്കാർ മുഴുവൻ അവിടുന്ന് അനങ്ങാതെ പൊടിയും തട്ടി അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയതാണ് ബാക്കി. ഒരുപാട് പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അമേരിക്കൻ. കാരണം ഇവരെ
ഇവർക്ക് ജീവനും മരണമൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ, പാലസ്തീൻ ഇതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അവർക്കൊന്നും ഈ മരണമൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അവരത് നോക്കത്തില്ല. അത് അതേപോലാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയുടെ തലവനെ ഇസ്മായിൽ ഹനിയെ ഇവർ കൊലപ്പെടുത്തി. അതോടുകൂടിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തി. ഒരു കാര്യമില്ലായിരുന്നോനെ അവിടെ പോയ അവനെ കൊലപ്പെടുത്തിയതോടുകൂടി അവര് മുഴുവൻ ഹിസ്ബുള്ള ആ വൈരാഗ്യം വെച്ചുകൊണ്ട് അവരവിടെ ഇരുന്നുകൊണ്ട് പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് റോക്കറ്റ് അങ്ങ് കത്തിച്ചു വിട്ടുകൊടുക്കും. വിട്ടുകഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ ഇസ്രായേലിലുള്ള പാവങ്ങളെ കൊല്ലപ്പെടുന്നത്. അവരാരും ഉപദ്രവകാരികളൊന്നും അല്ല. വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ ഇസ്രായേലിലെ ഉപദ്രവകാരികളായിട്ട് മാറുന്നത്. അവിടുത്തെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് അംഗഭംഗം വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, വൈകല്യം വന്നേക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ യുദ്ധത്തില് എന്താ സംഭവം എന്നറിയാം, ഈ പലസ്തീനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും പാലസ്തീൻ അങ്ങ് പിടിച്ചടക്കി കരയാക്രമണം നടത്തി കടലാക്രമണം നടത്തി എന്നൊക്കെ പറയും. എത്ര ആക്രമണം നടത്തിയാലും ശരി യുവന്മാരെ ഒതുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവന്റെയൊക്കെ ബ്ലഡിലുള്ളതായത് കേട്ടോ, അത് മാറത്തില്ല, ഒരിക്കലും മാറുന്നതല്ല. അത് ഞാൻ ഒരു നല്ലതാണെന്നല്ല പറയുന്നത്, അവർ വളരെ വൃത്തികെട്ടവന്മാരായി ഇങ്ങനെയുള്ള ഇതിനെ പിടിച്ചു. പക്ഷേ അവരെ പോയി അവരെ നാട്ടിൽ കയറി അവരെ കൊല്ലുമ്പോൾ ആലോചിക്കണം, വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കുന്നു. ഇപ്പൊ ഓരോ രാജ്യങ്ങളെയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആക്രമണം വരാൻ പോകുന്ന ഏതായിരിക്കും എന്നറിയാം, സിറിയ ആയിരിക്കും. ഇപ്പൊ ലെബനന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നതാണ് സിറിയ. അപ്പൊ സിറിയക്കെതിരെ അമേരിക്കയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അവിടെ ഇരുന്നുകൊണ്ട് ചൂണ്ടി വിട്ടുകൊടുക്കും കേട്ടോ. അവർക്ക് അവരുടെ ആയുധം വിൽക്കണം. അത് നേതന്യാഹു വഴി തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ആയുധത്തിന് വലിയ ചെലവില്ലാതിരിക്കുക, കാരണം ബാക്കി എല്ലാം തുരുമ്പെടുക്കത്തില്ലയോ. ഈ തുരുമ്പെടുത്ത സാധനങ്ങൾ മുഴുവൻ വിറ്റ് തുലയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ, ഒന്ന് ഉക്രൈനെ ഉപദ്രവിക്കാനായിട്ട് ഉക്രൈന് കൊടുക്കും, കാരണം റഷ്യയുമായിട്ടുള്ള യുദ്ധം നടക്കല്ലേ. അപ്പൊ ഉക്രൈന് കുറെ കൊടുക്കും. അത് പിന്നെ ഇങ്ങനെയുള്ള എവർക്ക് എപ്പോഴും അശാന്തി വേണം ലോകത്ത്, എങ്കിലേ അവരുടെ ആയുധ കച്ചവടം നടക്കുള്ളൂ. ആ ആയുധ കച്ചവടത്തിന്റെ ഭാഗമാണ് ലെബനന്റെ നേർക്കുള്ള ആക്രമണവും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സിറിയക്കെതിരെയുള്ള ആക്രമണവും. ഇത് വരും, നമ്മൾ നോക്കി ഇരുന്നാൽ മതി, വരും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെ അനുഭവിക്കുന്ന ആരാണ്? വളരെ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യര്, കുഞ്ഞുങ്ങള്, സ്ത്രീകള്, ഇവരൊക്കെ കൊല്ലപ്പെടുകയാണ്. അഭയാർത്ഥി ക്യാമ്പിലൊക്കെയാ ബോംബിടുന്നത്. ഈ ബോംബിടുന്ന ഇവന്റെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. ഇവനൊക്കെ മനുഷ്യനാണോ? നമ്മൾ ചിന്തിക്കണം. ഈ ജനങ്ങളെ കൊന്നൊടുക്കുക, ആളുകളെ കൊന്നൊടുക്കുന്നവൻ മനുഷ്യരാണോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതെല്ലാം വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ്. ഇത് പറയുമ്പോഴാണ് ചിലർ പറയുന്നത്, കണ്ടോ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് വേണ്ടി പറയാണ് എന്ന് പറയും. ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല, ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാ പറയുന്നത്. മുസ്ലിം എന്നുള്ളത് എൻ്റെ ജാതി ആയിപ്പോയി, എൻ്റെ കുറ്റമല്ലത്, കാരണം ഞാൻ അതിൽ ജനിച്ചതാണ്, തീർന്ന്. അതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. അപ്പൊ കണ്ടാലും ഞാൻ ഇത് പറയും. ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നരവേട്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് ഇസ്രയേലുകാരല്ല, നേതന്യാഹുവാണ്. എന്ന് അവിടെ പ്രശ്നം തീരുന്നോ, നേതന്യാഹു അനങ്ങാതിരിക്കുന്നോ, അയാൾ വെളിയിലാണ്. അത് അയാൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അതാണ്.